ഞാനീ പറയുന്ന കേട്ട് ചിലപ്പോൾ കുറച്ച് പേരൊക്കെ ചിരിക്കുമായിരിക്കും. എന്നാന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞത്. എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ തന്നെ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവർക്ക് വേണ്ടി മാത്രം കേട്ടോ പറയുന്നത്. നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണമല്ലോ. നമ്മൾ ഈ ഫീൽഡുമായിട്ട് ഇരിക്കുമ്പോൾ ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് അന്നേരം ഇതിനെക്കുറിച്ച് അറിയാവുന്നവരും ഇത് ഇഷ്ടമുള്ളവരും ആണല്ലോ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്നത്. അവർക്കറിയാൻ വേണ്ടി മാത്രമാണ് കേട്ടോ പറയുന്നത്. നമ്മൾ ഈ ഫീൽഡിൽ സ്വന്തമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരാളുടെ ഉപകാരം ഉണ്ടാകത്തില്ല കേട്ടോ. നമ്മൾ സ്വന്തമായിട്ടൊരു വണ്ടി എടുത്ത് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആരെയും വിശ്വസിച്ചും ആരുടെ വാക്ക് കേട്ടും വണ്ടി എടുക്കരുത്. സ്വന്തമായിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ വണ്ടി എടുക്കുകയുള്ളൂ. പല അനുഭവങ്ങളും നമ്മൾ നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ സ്വന്തമായിട്ട് വണ്ടി എടുത്തില്ല. ഞാനിപ്പോൾ ഓപ്പറേറ്റർ ആയിരിക്കുന്നുണ്ട്. എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. ഞാൻ രാവിലെ ഓട്ടം ഉണ്ടോ എനിക്ക് ഓട്ടം ഉണ്ടെങ്കിൽ പോകും, അല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കും. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ശമ്പളം മേടിക്കും. ഓട്ടം ഉള്ളപ്പോൾ ശമ്പളം മേടിക്കുക, പിന്നെ പണിയുള്ളപ്പോൾ പണിക്ക് പോവുക, അല്ലാത്തപ്പോൾ വീട്ടിൽ ഇരിക്കുക. വേറെ ഒരു ടെൻഷനില്ല. ഇങ്ങനെയുള്ള വണ്ടി JCB എന്നും പറഞ്ഞ പ്രസ്ഥാനം നമുക്ക് ആർക്കും ഒരു സഹകരണം ഇല്ല. നമ്മളെ ചിരിച്ചു കാണിക്കുന്ന ഒരുത്തരും നമ്മളെ ഓട്ടം വിളിക്കത്തില്ല. നമ്മളെ കൂടെ കൈയിട്ട് നടക്കുന്നതിനും ഓട്ടം വെട്ടിക്കൊണ്ട് പോകത്തുള്ളൂ. ഈ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സകല ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും തൊഴുത്തു കുത്താം. നമുക്കത് നല്ലപോലെ അനുഭവം ഉള്ളതുകൊണ്ട് മാത്രമേ. സ്വന്തമായിട്ട് വണ്ടി എടുത്തെടുക്കുന്ന JCB ആയിട്ട് ഇറങ്ങുവാണെങ്കിൽ ഒറ്റയ്ക്ക് പോരാടാൻ വേണ്ടി മാത്രം ഇറങ്ങുക. ഞാൻ കുറേ ദിവസമായിട്ടോ വീഡിയോ ഒക്കെ വന്നിട്ട്. എന്നാന്ന് വെച്ചാൽ നമുക്ക് ഓട്ടം കുറവായിരുന്നു. എനിക്ക് അതുപോലൊരു സങ്കടം തോന്നിയ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ഇത് കണ്ടായിരുന്നേ. നമ്മുടെ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ പലരും ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. എങ്കിലും എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. 2021 ഫോറസ്റ്റുകാർ ഒരു വണ്ടി പിടിച്ചിട്ട് പോയി. വെറും 500 രൂപയുടെ ഫൈൻ അടച്ച് ഒഴിവാക്കേണ്ട കേസ് 5 കൊല്ലത്തോളം വണ്ടി ഫോറസ്റ്റ് ഓഫീസിൽ പിടിച്ചിട്ടു എന്നുള്ളൊരു വാർത്തകളെല്ലാം കണ്ടു കാണുമല്ലോ. അത് ഞാൻ ഇപ്പം കാണിക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശി അജീഷ് 2019 ഉപജീവന മാർഗത്തിന്റെ ഭാഗമായി ഒരു മണ്ണുമാന്തി യന്ത്രം വാങ്ങുന്നത്. പിന്നീട് കഞ്ഞിക്കുഴിയിലെ തന്നെ ഒരു വീട് പണിയുടെ ഭാഗമായി മിറ്റം തെളിക്കുന്നതിനായി പാഴ്മരങ്ങൾ ഈ JCB ഉപയോഗിച്ച് മുറിച്ചു മാറ്റുന്നു. പിന്നീട് ഇത് റിസർവ് വനത്തിലുള്ള മരങ്ങളാണ് മുറിച്ചതെന്ന് ആരോപിച്ചുകൊണ്ട് വനംവകുപ്പ് അജീഷിനെതിരെ കേസെടുക്കുകയാണ്. ഒരു വർഷത്തിന് ശേഷം 2021 അജീഷിന്റെ മണ്ണുമാന്തി യന്ത്രം JCB നഗരമ്പാറ സെഷൻ ഫോറസ്റ്റ് ഓഫീസിന് സമീപത്തേക്ക് കേസിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുക്കുകയും കൊണ്ടുവരികയും ചെയ്യുന്നു. ഇന്നിപ്പോൾ 5 വർഷം പിന്നിട്ടിരിക്കുന്നു. ഇതുവരെയും ഈ വാഹനം വിട്ടുകൊടുക്കുന്നതിനുള്ള നടപടികൾ വനംവകുപ്പ് എടുത്തിട്ടില്ല. അതോടൊപ്പം ഈ കേസിന്റെ മഹസർ പരിശോധിച്ച് കഴിയുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് 500 രൂപ ഈടാക്കിയതിന് ശേഷം വാഹനം വിട്ടുകൊടുക്കേണ്ടതായിട്ടുള്ളൊരു തെറ്റ് മാത്രമാണ് അജീഷ് ചെയ്തത് എന്നുള്ളതാണ്. ഏതായാലും എന്തിന്റെ പേരിലാണ് ഈ പ്രതിഷേധം? ചേട്ടാ, ഇത്രയും നേരം ഞാൻ പറഞ്ഞു, എനിക്ക് ഒന്നാമത് ഇച്ചിരി പിക്കുള്ള പറഞ്ഞ കാര്യം പറയാൻ റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ വണ്ടി ഇവർ അനുകൃതം, അത് ഒരു നിയമസാധ്യമില്ല വണ്ടി പിടിച്ചിട്ടേക്കുക. 500 രൂപയുടെ ഒരു പെര പണിയാനായിട്ട് തറ വലിച്ചപ്പോൾ അതിൻ്റെ പാഴ്മരങ്ങൾ വലിച്ചിട്ടതിൻ്റെ പേരിൽ 500 രൂപയ്ക്ക് വേണ്ടി 2019 മോഡല് 2021 മാസം അല്ല 2021 ഡിസംബർ മാസം അവരുടെ കേസിൽ എന്തോ ഈ വണ്ടി കൊണ്ടു ചെന്നാൽ ഒരു 10 ദിവസത്തിനകം ഇറക്കി തരാമെന്നാണ് പറഞ്ഞേട്ടെ. ആ വണ്ടി ഒരു പുത്തൻ വണ്ടിയാണ്. 2019 വണ്ടിയാന്ന് പറയുന്നുണ്ട്. ആ വണ്ടി കാട് പിടിച്ച് ഇപ്പം 5 വർഷത്തോളം ഇവിടെ വെറുതെ കിടക്കുക. അതിന് ഒരു ഉപകാരത്തിനും കൊള്ളത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അതെന്നു വെച്ചാൽ നമ്മൾ മെയിൻ്റെനൻസ് ചെയ്താൽ എത്ര ലക്ഷം, 2-3 ലക്ഷം രൂപ മുടക്കി മെയിൻ്റെനൻസ് ചെയ്താലും പിന്നെയും കംപ്ലൈൻ്റ് ആയിരിക്കും. ഈ സ്ഥിരമായിട്ട് ആ വണ്ടി ഓടാൻ പറ്റുമെന്ന് എനിക്കൊരു യാതൊരു ഉറപ്പുമില്ല. അതിപ്പോൾ എന്നെ ബാക്കി ഞാൻ പറയുന്ന നോക്കാവേ. ഇതിന് പറയുന്ന കാരണം എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് ഒത്തിരി അസോസിയേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇപ്പം ഇത് ബാക്കിയുടെ വാർത്തയാക്കാവേ. ഈ വണ്ടി കൊണ്ടുവന്നാൽ ഒരു 10 ദിവസത്തിനുള്ളിൽ വണ്ടി എന്നൊക്കെ പറഞ്ഞ് ഞാൻ വണ്ടി കൊണ്ട് ഇട്ട് കൊടുത്ത ലോകത്തെ ഏറ്റവും വലിയ പൊട്ടറാൻ കൊണ്ടിട്ട് കൊടുത്ത 10 ദിവസം കൊണ്ട് അവൻ എന്നാ ഉണ്ടായിരുന്നത് അറിയോ? എൻ്റെ ജന്മം, എൻ്റെ കഷ്ടപ്പാട്, എൻ്റെ ബുദ്ധിമുട്ടുകൾ 5 വർഷം പോവാ. ഞാൻ എന്നാ ഉണ്ടായി ഇന്ന് വരെ ഞാൻ എന്നാ ഉണ്ടായി? ആ മനുഷ്യൻ്റെ അവസ്ഥ നോക്കി. ഇവിടെ പല അസോസിയേഷൻ ഉണ്ട്. JCBയുടെ അസോസിയേഷൻ പോട്ടെ, അവരെ വെറുതെ വിടുക. അവർ ഒരു ഉപകാരമില്ല. വെറുതെ നമുക്ക് നാട്ടുകാർക്കും ഒരു ഉപകാരമില്ലാതെ ഇങ്ങനെ വെറുതെ ഒരു അസോസിയേഷൻ എന്ന് പറഞ്ഞ വാടക കൂട്ടാൻ വേണ്ടി മാത്രമാകുമ്പോൾ ഒരു പോസ്റ്ററുമായിട്ട് ഇറങ്ങും. ഇത് അല്ലാതെ വേറെ എന്ത് ഗുണമുള്ളത്? JCB ഈ മുതലാളിമാരെല്ലാം ഒരാൾ ഓട്ടം പിടിച്ചാൽ അടുത്ത ആൾ അവിടെ കയറി വട്ടം പിടിക്കും. അവിടെ 1100 ഓടാൻ ആള്, 1000 ഓടാൻ ആള്, 1300 പിടിച്ചു പോകും. എങ്ങനെയും 2-3 ദിവസം ഓടാം, ഒന്ന് മഴയും പിടിച്ച് ഓടാമെന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേന് ഇത് അടുത്ത ആൾ കയറി വെട്ടിപ്പിടിക്കുന്നു. 1100 ആയിക്കോടാം. ഇങ്ങനെ പിടിച്ച് ഇതിൻ്റെ ഇടയ്ക്ക് നല്ല തൊഴുത്തുകുത്ത് നടക്കുന്ന പ്രസ്ഥാനമാണ് JCB പ്രസ്ഥാനം. വേറെ ഒരു പ്രസ്ഥാനത്തിനും ഇത്രയും പ്രശ്നമില്ല. ഇത്രയും പ്രശ്നമുള്ള ഇതുപോലുള്ള തൊഴുത്തുകൂത്ത് മാത്രം നടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ JCB എന്ന് പറഞ്ഞു. ഒരു അസോസിയേഷൻ ഇല്ല, ഒരു കാര്യങ്ങളില്ല. ഓപ്പറേറ്റർമാർക്ക് അസോസിയേഷൻ ഇല്ല. അവർക്ക് തോന്നുന്ന ശമ്പളം, തോന്നുന്ന പാറ്റ, തോന്നുന്ന വാടക, അങ്ങോട്ടും ഇങ്ങോട്ടും തൊഴുത്തുകൂത്തി ഇതുപോലെയുള്ള പാവങ്ങൾ, ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരായ ഓപ്പറേറ്റർമാർ ഇതുപോലെ എങ്ങനെയും
തല്ലുകൂട്ടി ഒരു വണ്ടി എടുത്താൽ ഇമാരെ പോലുള്ള ഉദ്യോഗസ്ഥന്മാർ സമ്മതിക്കത്തുമില്ല. അങ്ങനെ പല പല കേസുകൾ നമ്മുടെ കൺമുന്നിൽ തന്നെ എത്ര കേസ് കിട്ടും ഇതുപോലെ. ഇവർ വാടക കൂടുന്ന സമയമാകുമ്പോഴത്തേന് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടും, വാടക കൂട്ടുന്നു, ഈ നാളെ തൊട്ട് 1-ാം തീയതി തൊട്ട് വാടക കൂട്ടുന്നു. കഴിഞ്ഞ ദിവസം എടുത്തു. ഞാൻ അതിന് ചോദിച്ചാൽ 1-ാം തീയതി തൊട്ട് വാടക കൂട്ടിയെങ്കിൽ നിങ്ങൾ ശമ്പളം കൂട്ടുമെന്ന് ചോദിച്ചു. അന്നേരം ആർക്കും ചോദിക്കാനും പറയാനും ഇന്നലെ ചോദിച്ചപ്പോൾ പറഞ്ഞേനാ വാട്സപ്പിൽ ഞാൻ ഒരു മെസ്സേജ് ചെയ്യണോണ്ടാ പറഞ്ഞേട്ടോ. അന്നേരം ആ മെസ്സേജ് ഞാൻ റിപ്ലൈ ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. അന്നേരം അവർ പറഞ്ഞേനാ ഇത്രയും പേര് കണ്ടിട്ടും ആരും ഇതുവരെ ശമ്പളത്തെക്കുറിച്ച് ചോദിച്ചില്ല, നീ മാത്രമേ എന്നോട് ചോദിച്ചുള്ളൂ എന്ന് ചില ആൾക്കാർ ചോദിക്കും. ഞാൻ ഓടിക്കുന്ന വണ്ടിയുടെ കാര്യം എൻ്റെ ഇതിൻ്റെ കാര്യമല്ല പറഞ്ഞത്, പൊതുവേ ഉള്ള കാര്യം ഞാൻ പറയുന്നത്. ഇതുപോലുള്ള സാധാരണക്കാരെ ACV ഓപ്പറേറ്റർമാർ സ്വന്തമായിട്ടൊരു വണ്ടി എടുത്ത് ഇതുപോലെ മുടിപ്പിക്കും. ഇവിടെ ഒരു രക്ഷയില്ല. വേറെ ഏതൊരു പ്രസ്ഥാനമായിരുന്നേ ഇദ്ദേഹത്തെ പ്രതികരിക്കുകയും ഒരു സമരം നടത്തുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്തേനെ. ഈ JCB പ്രസ്ഥാനം മാത്രമായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പോയത്. ഇടുക്കി കഴിഞ്ഞ ഒരു 3-4 വർഷം മുന്നേ ഒരു ഹിറ്റാച്ചി ഓപ്പറേറ്ററുടെ പുതിയ വണ്ടി എടുത്തതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ വീഡിയോ കേട്ടാലേ, അതുപോലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നാൽ ഒറ്റയ്ക്ക് കാണത്തുള്ളൂ. നമ്മൾ പരമാവധി പണിയെടുക്കുന്നവർ പണിയെടുക്കുക എന്നല്ലാതെ ഇവർ അസോസിയേഷനും എന്നും പറഞ്ഞുകൊണ്ട് ഇവർ വാടക കൂട്ടാൻ മാറ്റി അസോസിയേഷൻ പോസ്റ്റർ പഠിച്ച് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ വേണ്ടി മാത്രമേ ഈ അസോസിയേഷൻ ഉള്ളൂ. വേറെ ഒരു ഉപകാരവും ഇല്ല. JCB ഓപ്പറേറ്റർമാർ അസോസിയേഷൻ ഉപകാരമില്ല. JCB ഓണർ അസോസിയേഷന്മാർ എന്തിനാ ഇത്? ഒരു ഉപകാരവും ഇല്ല. ഒരു പ്രശ്നത്തിന് പരിഹാരം ഇവർ കാണത്തില്ല. ഡീസൽ മെയിൻ്റെനൻസ് കൂടി, ഡീസൽ വില കൂടി, വാടക കൂട്ടണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുക എന്നല്ലാതെ പോസ്റ്റർ അടിച്ചിറക്കാമെന്നല്ലാതെ ഇവരെ കൊണ്ട് എന്നാ ഗുണം? ആർക്കെങ്കിലും മര്യാദയ്ക്ക് ഒരു പണിയെടുക്കാൻ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ? ആർക്കെങ്കിലും പണിയുണ്ടോ? ഈ ഇല്ലാത്ത സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും തൊഴുത്തുകുത്തും കാലവാരും അല്ലാതെ എന്ത് ഈ പ്രസ്ഥാനം കൊണ്ട് ഗുണമുള്ളത്? അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞ, ഞാനിപ്പോൾ പ്രസ്ഥാനമായിട്ട് നടക്കുന്ന ഞാൻ ഓപ്പറേറ്ററായിട്ട് 10-20 വർഷമായത്. അതുകൊണ്ട് ഞാൻ മാത്രമേ പറയുന്നത്. എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവർ കാണുവാനും അവർ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ പറയുന്നത്. ഓക്കെ.